മാത്യു സാറേ, പിതാവ് എന്നാ പറഞ്ഞു? എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞു. ആരെ? കർത്താവിനെ, അല്ലാതെ പിന്നെ ആരെ? രാഗം മനസ്സിലായ? ഭീംബിലാസി. താനൊരു മണ്ടനാണോ മിസ്റ്റർ? What the hell? I've never seen such a bunch of dumbheads in my life. തുടക്കത്തിൽ മണ്ണാമൂല കരയോഗഹാളിയെ വെച്ച് നടന്ന ഓപ്പൺ സെലക്ഷനിൽ ഞാൻ ഒരു പാട്ട് പാടി. നോവിൻ മൗനം നിറയുമ്പോഴും എന്ന് പാടാൻ ശ്രുതി പിടിച്ച് ഞാൻ കൈ മുകളിലോട്ട് വെച്ചപ്പോ നീ എന്തിനു പറഞ്ഞു? മോളിൽ കൂടെ പ്ലെയിന് വല്ലതും പോണം. അത് നമ്മുടെ ഇളയ മോനെ ഏതെങ്കിലും സൈക്കാട്രിയെ കാണിക്കണം. അവനെ സൈക്കാട്രിയെ കാണിച്ചാലേ ആ സൈക്കാട്രി വേറൊരു സൈക്കാട്രിയെ കാണേണ്ടി വരും. വേണോ? നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ? കപ്പ് ഓഫ് നട്ട്സ് ആയാലോ? അതെന്തോന്നു? കപ്പലണ്ടി കച്ചവടം. ആര് പാല് കറക്കും? കാളയ്ക്ക് അവിടെ നിന്ന് പാല് അകടില്. കാള ആണല്ലേ? നമുക്ക് പെണ്ണ് കാളെ മേടിക്കാം. മധുവിധയില് ആക്ച്വലി എന്താ ഒരു ഫീൽ ഗുഡ് മൂവിയാണോ? കാരണം ഇതിന്റെ മൂവീസും അല്ലെങ്കിൽ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ആ ചെറിയൊരു ബന്ധമില്ലാതെ അങ്ങോങ്ങി 5-6 രോമം ഉണ്ടായിരുന്നു, അതും ഇപ്പം മടിച്ചു കളഞ്ഞു. അവള് പറഞ്ഞേ ഞാൻ ഷേവ് ചെയ്ത പൂക്കി കണക്കിരിക്കുന്നു. ഇതിപ്പം പൂപ്പടിച്ച പൂക്കേ പോലെ ആയി. അതെ, നമ്മളെ ജാനകിയുടെ മോളിൽ ലതയില്ലേ, ആ കൊച്ചു നമ്മളെ മഹേഷ് നല്ലൂല ചേരി. അത് നല്ല പഠിപ്പ് പോലുള്ള കൊച്ചു ജലജ. എന്തിനാണ് ഈ തിരുമണ്ടനെ കെട്ടിച്ചു കൊടുക്കണ? പൊരുത്തം ഞാൻ നേരത്തെ നോക്കിയായിരുന്നേ, 10 out of 10 ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്റെ മകാന് ഫുൾ മാർക്ക് കിട്ടിയല്ല, സന്തോഷം. പെണ്ണിന്റെ അച്ഛനെ രാജകുടുംബത്തിലുള്ളതാണ്. അപ്പോഴാ പെണ്ണിനെ അവന് കെട്ടിച്ചു കൊടുക്കൂല അമ്മ. അതെന്താ മക്കളെ? കാരണം എന്റെ അച്ഛൻ പിച്ചക്കാരനാണല്ലോ. തായ് തായ് തായ്. പെണ്ണിന്റെ പേർക്ക് 10 ഏക്കർ സ്ഥലമാണ് തന്തപ്പടി എഴുതി വെച്ചിരിക്കണം. ഇവിടെ എന്റെ തന്തപ്പടി എന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. വടക്കേ തലത്തിൽ 5 സെന്റ് കമ്പോസ്റ്റ് വഴി. വാവ്, മില്യനെയർ. പോരാത്തതിന് പെണ്ണും മൃഗ ഡോക്ടറാണ്. അപ്പൊ എന്റെ 2 മക്കളെ ചികിത്സിക്കാൻ ആളായി. അച്ഛാ, ഈ വന്യജീവികളെ മൃഗ ഡോക്ടർ അല്ലേ ചികിത്സിക്കണ? പിന്നെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. അച്ഛന് കോൾ അടിച്ചല്ല, കുശാലായി.